എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നീലകണ്ഠൻ തമ്പി അവനിപ്പോൾ 13 വയസ്സുള്ള ഒരു ആൺകുട്ടിയല്ല, അവൻ വളരുകയാണ്. അവനോടൊപ്പം അവന്റെ ശാരീരിക ശക്തിയും വളരും. ഇനിയെങ്കിലും നമ്മൾ അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആവില്ല ഇതൊന്നും അവസാനിക്കുക. നാഗേന്ദ്ര, അവനെ കുറിച്ച് നിനക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടോ? അവൻ കേവലം നമ്മുടെ ഒരു അടിമയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളായി അവൻ ദിനംപ്രതി മർദ്ദിക്കപ്പെടുന്നുണ്ട്. അവന്റെ ആത്മാവിനെ തന്റെ ശരീരത്തിൽ പിടിച്ചു നിർത്താനുള്ള ശക്തി പോലും അവനില്ല. നീ വിഷമിക്കണ്ട, ഞാൻ അത്ര പെട്ടെന്നൊന്നും നിന്നെ കൊല്ലില്ല. നീ എത്ര ദുർബലനാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കൽ നീ ആ സത്യം മനസ്സിലാക്കും. നീ വെറും പാടാണെന്ന സത്യം. ഒരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ടായിരുന്നു. നിന്റെ മിടുക്കിയായ സഹോദരി സപ്തസിന്ധു ആശ്രമത്തിൽ എന്തോ ഒരു പ്രശ്നത്തിലാണെന്ന് ഞാൻ കേട്ടിരുന്നു. അവളെ കാളിമലയിൽ അടച്ചിട്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? നീലിമയെ തടവിലാക്കിയെന്നോ? ആ ചിന്ത നീലകണ്ഠന്റെ നെഞ്ചിൽ ഒരു കടാര കുത്തി തറയ്ക്കുന്ന പോലെ വേദനിപ്പിച്ചു. നീലകണ്ഠൻ ഇനി എന്താകും ചെയ്യുക? സ്വയം രക്ഷിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവന് തന്റെ സഹോദരിയെ രക്ഷിക്കാൻ കഴിയുമോ? സ്വന്തം പെങ്ങളുടെ വസ്ത്രം മറ്റൊരുത്തൻ അവന്റെ കയ്യിലിട്ട് അമ്മാനമാടുന്നത് കണ്ടാൽ ഒരു സഹോദരനും സഹിക്കാൻ പറ്റില്ല. അതും സഹോദരൻ തടവിലായ അവസ്ഥയിലാണെങ്കിലോ? എന്റെ കുഞ്ഞു പെങ്ങളുടെ ഉടയാടാ എങ്ങനെ നിന്റെ കയ്യിലെത്തി? അവളെ നീ എന്തു ചെയ്തു ദുഷ്ട? സപ്തസിന്ധു ആശ്രമത്തിലായിരുന്ന അവൾ ഇപ്പോൾ എന്റെ നിയന്ത്രണത്തിൽ കാളിമലയിൽ തടവിലാണ്. ഇല്ല, നീ അത് ചെയ്യരുത്. നീലിമ ഇതിലേക്ക് വലിച്ചെടുക്കരുത്. നീ വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ. അത് ഞാൻ എന്തായാലും എടുക്കൂടാ. പക്ഷെ നിന്റെ ജീവൻ എടുത്ത ശേഷം നിന്റെ സഹോദരിയെ ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ ആലോചിച്ച് നോക്ക്. പാവം നീല്, നിന്റെ കാമുകി പാർവണയെ ഞാൻ വിവാഹം കഴിക്കും. നിന്റെ സഹോദരി നീലിമയെ കൊണ്ട് ഞാൻ എന്റെ മനസ്സിനെ രസിപ്പിക്കും. അപ്പൊ ചത്തുപോയിട്ടുണ്ടാവുന്ന നീയാണെങ്കിലോ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സ്വന്തം സഹോദരിയെ രക്ഷിക്കാൻ നീലകണ്ഠന് കഴിയുമോ? നീലകണ്ഠൻ ആ തടവറയിൽ നിന്നും മോചിതനാകുമോ? വേഗമാകട്ടെ, ഇവൻ ദിവസം ചെല്ലുന്തോറും വഷളായി വരികയാണ്. കിട്ടുന്ന ശിക്ഷയൊന്നും പോരെന്ന് തോന്നുന്നു. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ഇവനെ പുറത്തേക്ക് കൊണ്ടുപോവാ. തടവറയുടെ ചുമതലക്കാരൻ അത്രയും പറഞ്ഞുകൊണ്ട് ഒപ്പം വന്നവർക്കൊരു സൂചന നൽകി. നീലകണ്ഠന്റെ തലയിൽ ശക്തമായി അടിച്ചു. അതോടെ അയാളുടെ പിന്നിലുണ്ടായിരുന്ന ആളുകൾ മുന്നോട്ട് വന്ന് നീലന്റെ കൈകളിലും കാലുകളിലും ചങ്ങല വരിഞ്ഞു മുറുക്കി. കട്ടിയുള്ള ഒരു തൂകൽ കവചം നിർബന്ധിച്ച് അവനെ ധരിപ്പിച്ചു. ശേഷം അവനെ പിടിച്ചു കെട്ടി പരിശീലനം നടക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി. പരിശീലനം നടക്കുന്നത് ഒരു വലിയ മൈതാനത്തിലായിരുന്നു. സുന്ദര നഗരത്തിലെ പ്രധാന ശിഷ്യന്മാരുടെ പരിശീലന മൈതാനമായിരുന്നു അത്. പ്രവേശന കവാടത്തിന്റെ ഇരുവശത്തും വലിയ വെളുത്ത കൽത്തൂണുകൾ ഉണ്ടായിരുന്നു. അവയിൽ സിംഹത്തിന്റെ പ്രതിമകൾ സ്ഥാപിച്ചിരുന്നു. മൈതാനത്ത് പച്ച വസ്ത്രങ്ങൾ ധരിച്ച 30-ലധികം ശിഷ്യന്മാർ യുദ്ധകല അഭ്യസിക്കുന്നുണ്ടായിരുന്നു. മുഖ്യ ഗുരു എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് മധ്യത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ 30 പേരായിരുന്നു സുന്ദര നഗരത്തിലെ പ്രധാന പോരാളികൾ. വളരെ ബുദ്ധിമുട്ടുള്ള ധാരാളം പരീക്ഷകളിൽ വിജയിച്ച ശേഷമാണ് അവരെ എല്ലാം ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. പരിശീലനം ലഭിച്ച പട്ടാളക്കാർ ആകാൻ വേണ്ടി ദിനം പ്രതി അവരുടെ കഴിവുകളെ രാഗ്യമെനുക്കിയിരുന്നു. പരിശീലനം നടക്കുന്ന പോർ ഭൂമിയുടെ മറുവശത്ത് 20-ലധികം പുരുഷന്മാർ തൂകൽ കവചം ധരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. നീലന്റെ കൈകാലുകൾ പോലെ തന്നെ അവരുടെ കൈകളും കാലുകളും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ദിവസവും അടി കിട്ടുന്നതുകൊണ്ട് അവരുടെ ശരീരം ക്ഷീണിതവും ചതഞ്ഞതും മുറിവുകളാൽ മൂടപ്പെട്ടതുമായിരുന്നു. പരിശീലന മൈതാനത്തിൽ എത്തിയ ശേഷം സേവകർ നീലൻ അവിടെ ഉണ്ടായിരുന്ന മറ്റ്20 പേരോടൊപ്പം തന്നെ കൊണ്ടു നിർത്തി. വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിച്ച തടവ് പുള്ളികൾക്കൊപ്പം ഒരിറ്റു വെള്ളം പോലും കുടിക്കാതെ തനിക്ക് ഉടനെ കിട്ടാൻ പോകുന്ന അസഹ്യമായ വേദനയും കാത്ത് നീലൻ നിന്നു. ഇന്നത്തെ പരിശീലനം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എല്ലാവരും ഒരു പരിശീലന സഹായിയെ തിരഞ്ഞെടുക്കൂ. ഒരു യഥാർത്ഥ മനുഷ്യ ശരീരത്തെ ആക്രമിക്കുന്നതിലൂടെ അസ്ഥികളുടെ ഘടനയെക്കുറിച്ചും മനുഷ്യ ശരീരത്തിന്റെ ബലഹീനതകളെ കുറിച്ചും പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഗുരുവിന്റെ കൽപ്പനയ്ക്ക് ശേഷം ഓരോ ശിഷ്യനും ഒരു സഹായിയെ തിരഞ്ഞെടുത്തു. താമസിയാതെ തടവുകാരുടെ വേദനാജനകമായ നിലവിളികൾ പരിശീലന മൈതാനത്തിൽ ഉടനീളം പ്രതിധ്വനിച്ചു. പല ശിഷ്യന്മാരും നീലനെ ഒന്നിനു പുറകെ ഒന്നായി തെരഞ്ഞെടുത്തു. മുൻ കിരീടാവകാശിയെ തോൽപ്പിക്കാൻ കഴിയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായി അവർ ഓരോരുത്തരും കണക്കാക്കി. ഒന്നിനു പുറകെ ഒന്നായി ഓരോരുത്തരായി നീലൻ അടിക്കാൻ മത്സരിക്കുകയും അവനെ പരിഹസിക്കുകയും ചെയ്തു. അത്രയൊക്കെ സംഭവിച്ചിട്ടും നീലൻ ശാന്തനായി തുടർന്നു. അവന്റെ മുഖഭാവത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല. ഉണ്ടായ മുറിവിൽ പിന്നെയും പിന്നെയും ആഴത്തിലേൽക്കുന്ന പ്രഹരം അവഗണിച്ചുകൊണ്ട് തന്റെ മറ്റു ശരീരഭാഗങ്ങൾ മാത്രം സംരക്ഷിക്കാൻ അവൻ ശ്രമിച്ചു. കഴിഞ്ഞുപോയ 3 വർഷങ്ങൾ കൊണ്ട് അപമാനവും വേദനയും എങ്ങനെ സഹിക്കണമെന്ന് അവൻ പഠിച്ചിരുന്നു. അവന്റെ മനസ്സിലുള്ളൊരു ചിന്ത മാത്രമാണ് അവൻ എപ്പോഴും ആശ്വാസം നൽകിയത്. അവൻ ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോഴും അവന്റെ സഹോദരി നീലിമ ഈ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം വളരെ അകലെ സപ്തസിന്ധു ആശ്രമത്തിൽ സുരക്ഷിതയാണല്ലോ എന്ന ചിന്ത അവന് നൽകിയ ആശ്വാസം ചെറുതല്ലായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് പട്ടുവസ്ത്രങ്ങൾ ധരിച്ച ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അവന്റെ പിന്നിൽ നിരവധി പരിചാരകർ ദാസന്മാരെ പോലെ ഒപ്പം നടക്കുന്നുണ്ടായിരുന്നു. അതാ രാജകുമാരനെത്തി. അതോടെ ശിഷ്യന്മാർ അവരുടെ പരിശീലനം നിർത്തി. പിന്നീട് അവിടേക്ക് കടന്നു വന്ന യുവാവിനെ അവർ ഓരോരുത്തരും ഉച്ചത്തിൽ പ്രശംസിക്കാൻ തുടങ്ങി. എന്നാൽ പട്ടുവസ്ത്രം ധരിച്ച ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ മുതൽ നീലന്റെ ഉള്ളിൽ കോപം ആളിക്കത്തുകയായിരുന്നു. ചുറ്റും നിൽക്കുന്നവർ മുഴുവൻ കിരീടാവകാശി എന്ന് വിളിച്ചു വാഴ്ത്തി പാടുന്നവർ ദേവദത്തൻ തമ്പി. നീലകണ്ഠന്റെ പിതാവ് വീരേന്ദ്രന്റെ സഹോദരൻ നാഗേന്ദ്രന്റെ മൂത്ത മകനാണ്. നീലകണ്ഠന്റെ അതേ പ്രായം തന്നെയാണ് ദേവദത്തനും. നീലകണ്ഠനെ അടിമയാക്കിയതിനു ശേഷം നീലകണ്ഠന്റെ അതേ സ്ഥാനത്തേക്ക് ദേവദത്തനെ സുന്ദര നഗരത്തിന്റെ കിരീടാവകാശിയെ നാഗേന്ദ്രൻ
നാഗേന്ദ്രനും മഹേന്ദ്രനും പ്രഖ്യാപിച്ചു. കുറച്ചുകാലം ദേവദത്തൻ തന്റെ ആത്മീയ പരിശീലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ഏകാന്തവാസത്തിലായിരുന്നു. അതിനാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി അവനെ കാണാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകാന്തതയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അവനെ കാണുന്ന ഏതൊരാൾക്കും അവൻ മുൻപത്തേക്കാൾ കൂടുതൽ ശക്തനായി എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും കാലം കഴിഞ്ഞിട്ടും നീ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ അത്ഭുതം തോന്നുന്നുണ്ട്. നിന്റെ ആയുസിന്റെ ബലം സമ്മതിക്കാതെ വയ്യ. അതെ, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നെ കുറിച്ച് നിനക്ക് ഇത്രയും കരുതലുള്ളത് ആലോചിക്കുമ്പോൾ എനിക്കും നന്ദി പറയാതെ വയ്യ. അത് കേട്ടപ്പോൾ പല ശിഷ്യന്മാരും നീലകണ്ഠനെ ദേഷ്യത്തോടെ നോക്കി. കിരീടാവകാശിയോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? നീ സുന്ദര നഗരത്തിലെ വെറും ഒരു അടിമയാണ്. സുന്ദര നഗരത്തിന്റെ രാജകുമാരനോട് എത്രയും വേഗം തലകുറിച്ച് ക്ഷമ ചോദിക്കാൻ. നിനക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ ഇവിടെ ജനിച്ചതിനെ കുറിച്ച് ഓർത്ത് നീ ഖേദിക്കും. നീലകണ്ഠൻ ഒരു വലിയ കുറ്റകൃത്യം ചെയ്തതുപോലെയാണ് അവർ ഓരോരുത്തരും പെരുമാറിയത്. അതോടെ ദേവദത്തൻ കൈ ഉയർത്തി എല്ലാവരോടും നിശബ്ദരായിരിക്കാൻ ആംഗ്യം കാണിച്ചു. പിന്നെ അഭിമാനത്തോടെ നീലകണ്ഠനെ നോക്കി പുഞ്ചിരിച്ചു. നീല, ഞാൻ ഏകാന്തവാസത്തിലേക്ക് പോയത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ദേവദത്തന്റെ ചോദ്യത്തിന് നീലൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ കണ്ണുകൾ മാറ്റാതെ ദേവദത്തനെ തന്നെ നോക്കി നിന്നു. ദേവദത്തൻ അപ്പോഴും അഭിമാനത്തോടെ പുഞ്ചിരിക്കുകയായിരുന്നു. ഋഷി ആത്രയം നൽകിയ ഔഷധ ഗുളിക ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. അതിനുള്ളിലെ ദിവ്യശക്തി എന്റെ ശരീരത്തെ പൂർണ്ണമായി ശുദ്ധീകരിച്ചു. ഞാൻ വീണ്ടും ജനിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്റെ രണ്ടാമത്തെ കുണ്ടലിനി ചക്രത്തിന്റെ ശക്തി ഉണർത്താൻ എനിക്ക് കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ ഊർജ്ജത്തിന് 80% എന്റെ ഉള്ളിലാണുള്ളത്. ഞാൻ ആ ഊർജ്ജം മുഴുവനായി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഞാൻ വിശുദ്ധ ചക്രത്തെ ഉണർത്തുകയും വളരെ വേഗം ഒരു മഹാനായ യോദ്ധാവായി മാറുകയും ചെയ്യും. ഋഷി ആത്രയും നൽകിയ ദിവ്യ ഔഷധ ഗുളികകളും ആ 2 ഔഷധ ഗുളികകളും സുന്ദര നഗര രാജ്യത്തിന്റെ നിധികളായിരുന്നു. അവ ഒരു രഹസ്യ സ്ഥാനത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറയപ്പെട്ടിരുന്നു. പുരാതന നിയമങ്ങൾ അനുസരിച്ച് 14 വയസ്സിന് മുൻപ് മൂലാധാര ചക്രം ഉണർത്തിയ ഒരു രാജകുടുംബ അംഗത്തിന് മാത്രമേ ഗുളികകൾ കരസ്ഥമാക്കാൻ കഴിയൂ. എന്നാൽ കഴിഞ്ഞ 1200 വർഷങ്ങളിൽ ഒരിക്കൽ പോലും ഒരാളും അത് നേടിയിട്ടില്ല. അതിനാൽ ആ ദിവ്യ ഔഷധം ഒരിക്കലും ആർക്കും നൽകിയിട്ടുമില്ല. ആ ദിവ്യ ഔഷധ മരുന്നിന് യഥാർത്ഥത്തിൽ അർഹതയുള്ളത് നീലകണ്ഠൻ തന്നെയാണ്. കാരണം തന്റെ 13ാമത്തെ വയസ്സിൽ അവൻ മൂലാധാര ചക്രത്തിന്റെ കൊടുമുടിയിലെത്തിയിരുന്നു. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, രാജ്യത്തിനുള്ളിലെ ഗൂഢാലോചന കാരണം നീലകണ്ഠൻ ഒരു അടിമയായി മാറി. അവന്റെ ആത്മീയ പരിശീലനം അത്രയും കഠിനമായ സാഹചര്യങ്ങളിൽ ഏതാണ്ട് നശിക്കപ്പെട്ടു പോയിരുന്നു. മറുവശത്ത് ദേവദത്തൻ അത്ര കഴിവുള്ള ഒരാളായിരുന്നില്ല. തന്റെ 16ാം വയസ്സിലാണ് അവൻ തന്റെ മൂലാധാര ചക്രം ഉണർത്തിയത്. ദിവ്യ ഔഷധ മരുന്ന് നേടാൻ അവൻ ഒട്ടും യോഗ്യനായിരുന്നില്ല. പക്ഷെ എങ്ങനെയോ ആ വിഡ്ഢി അത് നേടിയെടുത്തു. തന്റേതാകേണ്ടിയിരുന്ന ഔഷധം ദേവദത്തന്റെ പക്കലുണ്ട് എന്നറിഞ്ഞപ്പോൾ നീലൻ കോപത്താൽ വിറച്ചു. ദേവദത്ത, ഇത് ചെയ്യാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? നിനക്ക് നമ്മുടെ പൂർവികരോട് ഒരു ബഹുമാനവുമില്ലേ? എന്നെ ചോദ്യം ചെയ്യാൻ നിനക്ക് എന്താണ് അവകാശം? ഞാൻ ഇതിനോടകം തന്നെ ജീവശക്തി ചക്രത്തിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒരു കാട്ടുപോത്തിനെ പോലും തോൽപ്പിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. നീ ദുർബലനായ വെറും ഒരു അടിമ മാത്രമാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിന്നെ തകർക്കാൻ കഴിയും. പക്ഷേ ഞാൻ ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് ആദ്യം മറ്റൊരു സഹായിയിൽ എന്റെ ശക്തി പരീക്ഷിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നീ വിഷമിക്കണ്ട, ഞാൻ അത്ര പെട്ടെന്നൊന്നും നിന്നെ കൊല്ലില്ല. നീ എത്ര ദുർബലനാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കൽ നീ ആ സത്യം മനസ്സിലാക്കും. നീ വെറും പാടാണെന്ന സത്യം. എന്നാൽ നീലകണ്ഠൻ ഒരു വാക്കുകൊണ്ട് പ്രതികരിക്കാതെ മൗനം പാലിച്ചു. തന്റെ പതിവ് അഹങ്കാരത്തോടു കൂടി ദേവദത്തൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കാര്യം അവൻ ഓർത്തു. പിന്നീട് അവൻ നീലകണ്ഠനെ തിരിഞ്ഞു നോക്കി. ഒരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ടായിരുന്നു. നിന്റെ മിടുക്കിയായ സഹോദരി സപ്തസിന്ധു ആശ്രമത്തിൽ എന്തോ ഒരു പ്രശ്നത്തിലാണെന്ന് ഞാൻ കേട്ടിരുന്നു. അവളെ കാളിമലയിൽ അടച്ചിട്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? നീലിമയെ തടവിലാക്കിയെന്നോ? ആ ചിന്ത നീലകണ്ഠന്റെ നെഞ്ചിൽ ഒരു കടാര കുത്തി തറയ്ക്കുന്ന പോലെ വേദനിപ്പിച്ചു. അവന്റെ ഹൃദയം തകർന്നു. കഴിഞ്ഞ 3 വർഷങ്ങളായി ഓരോരുത്തരും തന്നോട് ഒരു അടിമയെ പോലെയാണ് പെരുമാറുന്നത് എന്നത് അവനെ ബാധിച്ചിരുന്നില്ല. എല്ലാ ദിവസവും തന്നെ തകർക്കുന്ന മർദ്ദനങ്ങളെക്കുറിച്ച് അവൻ ഒരിക്കലും ചിന്തിച്ചില്ല. തനിക്ക് അർഹതപ്പെട്ട ദിവ്യ ഔഷധ മരുന്ന് ദേവദത്തൻ കരസ്ഥമാക്കിയപ്പോൾ പോലും അവൻ ഇത്രത്തോളം വിഷമിച്ചില്ല. അവന്റെ സഹോദരി നീലിമയായിരുന്നു അവന്റെ ഒരേ ഒരു ബലഹീനത. അവൾക്കൊന്നും സംഭവിക്കാൻ അവൻ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുക പോലും ചെയ്തിട്ടില്ല. നീലകണ്ഠൻ ഇനി എന്താകും ചെയ്യുക? സ്വയം രക്ഷിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവന് തന്റെ സഹോദരിയെ രക്ഷിക്കാൻ കഴിയുമോ? നീലിമയെ തടവിലാക്കിയതിന് പിന്നിൽ മഹേന്ദ്രനാണോ? അതോ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? നിങ്ങൾ ഇതുവരെ കേട്ടത് വെറും ഒരു സൂചന മാത്രമാണ്. ഒരടിമയായ നീലൻ ഒരു മഹായോദ്ധാവായി മാറുന്നതിന്റെ മുഴുവൻ കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. പോക്കറ്റ് FM ഡൗൺലോഡ് ചെയ്യുക. ഹൃദയങ്ങളെ പിടിച്ചുലയ്ക്കുന്ന ഈ കഥ മഹാഗാഥ തികച്ചും സൗജന്യമായി കേൾക്കുക.